റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ സമാധാന ചർച്ച അല്ലെങ്കിൽ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലുണ്ടാകുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യ പടി അടുത്ത ചില ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കും. സൗദി അറേബ്യയിൽ വെച്ച് ഉക്രൈന്റെ ഉദ്യോഗസ്ഥരും റഷ്യൻ ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വിവരം പുറത്തുവന്നു. ഇരുവശത്തും ഒരു പ്രശ്നം നടക്കുകയാണ്, അല്ലെങ്കിൽ ഇരുവശത്തിനും ഇടയിൽ ഏതെങ്കിലും ഒരു സമാധാന ചർച്ച നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിക്കുന്ന രണ്ട് രാജ്യങ്ങളും നെഗോസിയേഷൻ ടേബിളിൽ ഉണ്ടാകണം. ഇതിനെ സെലൻസ്കി പറഞ്ഞത് സമാധാന ചർച്ച എന്തായാലും നടക്കാൻ പോവുകയാണ്, പക്ഷേ സമാധാന ചർച്ച എവിടെയാണോ നടക്കാൻ പോകുന്നത് ആ നാട്ടിലേക്ക് എനിക്കൊരു ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ സമാധാന ചർച്ചയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ചിട്ടില്ല. ഉക്രൈന് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കാതെ അവിടെ എങ്ങനെയാണ് ഒരു സമാധാനം ഉണ്ടാവുക, എങ്ങനെയാണ് ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതിന്റെ കൂടെ നാറ്റോ മെമ്പർഷിപ്പ് വീണ്ടും ഒരു സംസാര വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം ഉക്രൈൻ നാറ്റോയ്ക്ക് വളരെ ക്ലോസ് ആയ രാജ്യം. ഉക്രൈൻ എത്രയും പെട്ടെന്ന് നാറ്റോയിൽ ഒരു മെമ്പർ ആകുമെന്ന് ഇത്രയും ദിവസം സംസാരിച്ചു കൊണ്ടിരുന്ന നാറ്റോ പെട്ടെന്നത് മാറ്റിപ്പറയാൻ തുടങ്ങി. നാറ്റോയിൽ ഉക്രൈൻ ചേരാനുള്ള സാധ്യതയെ ഇല്ല എന്ന് നാറ്റോ തന്നെ സ്ഥിരീകരിച്ചു. ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഫ്രണ്ട് ലൈനിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഫ്രണ്ട് ലൈൻ അപ്ഡേറ്റ്സിനെ സംബന്ധിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായി യാതൊരു സ്ഥലങ്ങളിലും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിനിടയിൽ റഷ്യ ഉക്രൈന്റെ ചെർണോബൈൽ പവർ പ്ലാന്റിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയെന്നുള്ള ഒരു വലിയ വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വരെയും റഷ്യ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഉക്രൈൻ മാധ്യമങ്ങളും ഉക്രൈനിലുള്ള ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഈ ഒരു ആണവ നിലയത്തിന്റെ ആ ഒരു പുറം കവചം തകർന്നാൽ അത് ഉക്രൈന് ഒരു വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. കാരണം ഇപ്പോഴും ആ സ്ഥലത്ത് സജീവമായ ഒരു റേഡിയേഷൻ ചോർച്ചയുണ്ട്. അതിനെ സീൽ ചെയ്യാൻ വേണ്ടിയാണ് ഒരു സേഫ്റ്റി ഷീൽഡ് അത് ക്രിയേറ്റ് ചെയ്തത്. അതും ഈ കോൺക്രീറ്റിന്റെ പല പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. അപ്പോ റഷ്യ ഉക്രൈന് എതിരെയുള്ള ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഉക്രൈൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈനെ സംബന്ധിച്ച് കാർഖീവ് പ്രദേശങ്ങളിൽ വീണ്ടും ഒരു 4 സ്ഥലങ്ങളിൽ റഷ്യ അവരുടെ ആർട്ടിലറി സ്ട്രൈക്ക് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ റഷ്യയുടെ ഫ്രണ്ട് ലൈൻ മുൻനിരയിലേക്ക് പോയതുപോലുള്ള യാതൊരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. കാരണം അവിടെ ഇപ്പോ മഞ്ഞുവീഴ്ച വളരെ തീവ്രമായി മാറിയിട്ടുണ്ട്. -ഡിഗ്രീസും കഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് കാരണം രണ്ട് വിഭാഗത്തിലും അവരുടെ വ്യോമസേനയെ ഉപയോഗിച്ചും അവരുടെ ആർട്ടിലറി ബോംബുകൾ ഉപയോഗിച്ചും മാത്രമേ ആക്രമിക്കാൻ കഴിയുന്നു എന്നതല്ലാതെ അവരുടെ സൈനികരെ ഉപയോഗിച്ച് ഈ രണ്ട് ഭാഗത്തിൽ നിന്നും യാതൊരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ബാറ്റിൽ ഓഫ് പോക്രോവോസ് എന്നത് ഇപ്പോ ഒരു മന്ദഗതിയിലായിട്ടുണ്ട്. കാരണം റഷ്യ മുന്നേറി വന്ന വേഗത വെച്ച് നോക്കിയാൽ ഒരു 95% പ്രദേശങ്ങളും പിടിച്ചെടുത്തിരിക്കേണ്ടതാണ്. എന്നാൽ ഈ മഞ്ഞുവീഴ്ച കാരണം ഇപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട ഔട്ട്സ്കേർട്സ്, അതായത് പോക്രോവോസിന്റെ വടക്കൻ കിഴക്കുള്ള ഭാഗവും അതിന്റെ എൻട്രൻസ് സൈഡിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടില്ല. ഈ ഗ്രാമങ്ങൾ പിടിച്ചെടുത്താൽ ആ മുഴുവൻ ബാറ്റിലിന്റെയും ഗേറ്റ് തന്നെ ഓപ്പൺ ആയതുപോലെയാകും. അടുത്ത ടാർഗറ്റ് സെൻട്രൽ പോക്രോവോസ് ആയിരിക്കും. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ച് റഷ്യയുമായും അമേരിക്കയുമായും നല്ലൊരു ബന്ധത്തിലുള്ള ഒരു രാജ്യം. ഇവരെ സംബന്ധിച്ച് ഒരു മധ്യസ്ഥൻ എന്ന് പറയാം. അതായത് ഇന്ത്യയെ പോലെ അമേരിക്ക റഷ്യ എന്ന ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇന്ത്യ ഏത് പൊസിഷനിലാണോ ഉള്ളത് അതുപോലെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണ്. വീണ്ടും ഒരുപടി മുകളിലേക്ക് ചെന്ന് ഈ രാജ്യങ്ങളുടെ എല്ലാം പെട്രോളിയം പ്രോഡക്ട്സ് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ മുഴുവൻ ഓയിൽ ഇൻഡസ്ട്രിയെ തന്നെ നിയന്ത്രണത്തിൽ വെച്ചിട്ടുള്ള അത്ര ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമാണ് സൗദി അറേബ്യ. ആ ഒരു പ്ലസ് പോയിന്റ് നമുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു രാജ്യത്തിൽ വെച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സമാധാന ചർച്ചകൾ ആരംഭിക്കും. അതും പ്രധാനമായി ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മേൽനോട്ടത്തിൽ ഈ ചർച്ച നടക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിനോട് ഉക്രൈന്റെ പ്രതികരണം എന്താണ്? കാരണം ഉക്രൈനിൽ നിന്നും ആര് പോകും? ഇതെങ്ങനെയുള്ള രീതിയിലായിരിക്കും നടക്കുക? റഷ്യയിൽ നിന്നും ആരാണ് പോകാൻ പോകുന്നത്? അമേരിക്കയുടെ ആ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ സെലൻസ്കി പറഞ്ഞത് ഞങ്ങളെ ഈ സമാധാന ചർച്ചയ്ക്ക് ശരിയായ രീതിയിൽ വിളിച്ചിട്ടില്ല. സത്യത്തിൽ ഈ സമാധാന ചർച്ച നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം മാത്രമേ അറിയൂ. എന്നാൽ ഏത് അധികാരികൾ പോകാൻ പോകുന്നു, ആരെ അയക്കണം, ഇങ്ങനെയുള്ള യാതൊരു വാർത്തയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അമേരിക്ക ഇങ്ങനൊരു കാര്യം അനൗൺസ് ചെയ്തു എന്നതല്ലാതെ ഞങ്ങൾക്ക് കൃത്യമായി ഒരു ക്ഷണം പോലും നൽകിയിട്ടില്ല.
അതായത് ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നത്തിന് ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കണം. അത് എവിടെ വന്ന് സംസാരിക്കണം, എങ്ങനെ വരണം, ആര് വരണം, ഇതിനൊന്നും ഞങ്ങളെ വിളിച്ചിട്ടേ ഇല്ല എന്നൊരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ഈ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം സെലൻസ്കിയുടെ പ്രൊഫൈൽ റേറ്റിംഗ് തന്നെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് സെലൻസ്കിക്ക് നേരെ 1000 കുറ്റാരോപണം നടത്തുന്നുണ്ട്, ഒരുപാട് അക്യൂസേഷൻ ഉണ്ടെങ്കിലും മറ്റൊരു വശത്ത് ഇദ്ദേഹത്തിന്റെ വാശി, ഞാൻ ഒരിക്കലും റഷ്യക്ക് മുൻപിൽ കീഴടങ്ങില്ല, റഷ്യയെ വെറുതെ വിടില്ല. ഇതിന് പുറകിൽ പല കാരണങ്ങളും ലോകരാഷ്ട്രീയം എല്ലാം ഉണ്ടെങ്കിലും സെലൻസ്കിയുടെ മൈൻഡ് സെറ്റ് അതിവിടെ ഇമ്മാച്ചബിൾ ആണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും നേതാക്കന്മാരാണെങ്കിൽ സെലൻസ്കിയെ പോലെ പ്രവർത്തിക്കുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. പക്ഷെ ഇപ്പോ എല്ലാം റിവേഴ്സ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും ശരിയായ ഒരു അംഗീകാരം പോലും ലഭിക്കുന്നില്ല. വാർത്തകൾ കാണുമ്പോഴും വരുന്ന വീഡിയോസ് ആയാലും നടക്കുന്ന ഈവന്റ്സ് എല്ലാം വെച്ച് നോക്കിയാലും ഈ 2024 പ്രസിഡന്റ് ഇലക്ഷൻ മുൻപും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നതിന് ശേഷവും ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ഈ 3 ടൈം ഫ്രെയിം എടുത്തു നോക്കിയാൽ ഓരോന്നിലും ഇദ്ദേഹത്തിന്റെ ബഹുമാനം കുറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുണ്ട്. 2 ദിവസം മുൻപ് വന്ന വാർത്തയാണ്, എന്നാൽ ഇപ്പോ ഇതൊരു വലിയ കാര്യമായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. G7 എന്ന ആശയം നിങ്ങൾക്കറിയാം. ഗ്ലോബൽ 7, അമേരിക്ക, മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങൾ, 7 പവർഫുൾ രാജ്യങ്ങളുള്ള ഒരു സംഘം. എന്നാൽ ഇത് G7 ആയിരുന്നില്ല, G8 ആയിരുന്നു, ഗ്ലോബൽ 8. ഇതിൽ 8ാമത്തെ ആ ഒരു മെമ്പർ, അതായത് അവർ ഒഴിവാക്കിയ ആ രാജ്യം ആരാണെന്ന് അറിയണ്ടേ? അത് മറ്റാരുമല്ല, റഷ്യ തന്നെയാണ്. 2014 ക്രീമിയയെ റഷ്യ പിടിച്ചെടുത്തതിനു ശേഷം G8 എന്ന സംഘടനയിൽ നിന്നും റഷ്യയെ മൊത്തത്തിൽ നീക്കം ചെയ്യുന്നു. അങ്ങനെ രൂപം കൊണ്ടതാണ് G7. എന്നാൽ ഇപ്പോ വീണ്ടും ട്രംപ് പറഞ്ഞത് ഇത് പ്രധാനപ്പെട്ട ഒരു തെറ്റായിരുന്നു. ആ സമയത്ത് ഞാൻ ഭരണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഭരണം എന്റെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ തീർച്ചയായും ഇത് സംഭവിച്ചിരിക്കില്ല. റഷ്യയുടെ സ്വാധീനം, റഷ്യയുടെ പങ്ക് ലോക സമാധാനത്തിനും ലോക വ്യാപാരത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രധാന പങ്കുള്ള ഒന്നാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് സ്ഥിരതയുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് റഷ്യ ഈ ഒരു സംഘടനയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു പുതിയ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് G7 എന്നത് G8 ആയി മാറാനുള്ള എല്ലാ സാധ്യതയും 99% കൂടുതലാണ്. ആ 1% എന്ത് പ്രശ്നം വരാനാണെന്ന് ചോദിച്ചാൽ ആ സഖ്യത്തിലുള്ള മറ്റ് രാജ്യങ്ങൾ അവർ ഒരുപക്ഷെ ഇതിന് തടസ്സം അറിയിക്കാം. എന്നാൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ്, ട്രംപിന്റെ ആ ഒരു പവർ, ഇവയെല്ലാം മറികടന്ന് ഇവരുടെ ആ ഒരു ചെറിയ പ്രശ്നം അതൊരു വലിയ പ്രശ്നമായി മാറുമോ എന്നുള്ളതൊരു സംശയമാണ്. അപ്പോൾ അവസാനമായി അറിയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നാറ്റോയെ കുറിച്ചുള്ള ഒന്ന്. സത്യത്തിൽ ഉക്രൈനിൽ സെലൻസ്കിയുടെ കറേജ് അധികമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വാശി, അതായിരുന്നു എല്ലാ സമയങ്ങളിലും പലർക്കുമിടയിൽ ചർച്ചയായത്. ഒരാൾ ഇത്രത്തോളം പവർഫുള്ളായി സംസാരിക്കുന്നുവെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറകിൽ നല്ലൊരു പിൻബലം ഉണ്ടാകണം. ആ പിൻബലം ഉണ്ടായതിന് കാരണം നാറ്റോ എന്ന സംഘടനയായിരുന്നു. നാറ്റോ മെമ്പർഷിപ്പ് നൽകും എന്ന ആ ഒരു ഉറപ്പായിരുന്നു. നാറ്റോ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, നാറ്റോ അധികാരികൾ അല്ലെങ്കിൽ നാറ്റോ സെക്രട്ടറി ഇവരെല്ലാം പറഞ്ഞത് തീർച്ചയായും ഉക്രൈൻ എത്രയും പെട്ടെന്ന് നാറ്റോയിൽ ചേരുമെന്ന്. എപ്പോ ചേരും, എപ്പോ ഇതിന്റെ പ്രോസസ് എല്ലാം തുടങ്ങുമെന്ന് ചോദിച്ചപ്പോൾ പ്രോസസ് ഓൺ ദ കോഡ്സ്, അതായത് പ്രോസസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയിലാണ്. അതിനുള്ളിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാവരും ചേർന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഉക്രൈനെ നാറ്റോ മെമ്പറായി ചേർക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇത് 2024 ഒക്ടോബർ മാസം പറഞ്ഞ കാര്യമാണ്. അതിനു മുൻപും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. 2024 അവർ പറഞ്ഞതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണിത്. എന്നാൽ ഇതേ ആളുകൾ ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈന് നാറ്റോ മെമ്പർഷിപ്പ് ഞങ്ങൾ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുൻപ് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോ വന്ന വാർത്തകളെല്ലാം ഉണ്ട്, നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈന് നൽകും, വളരെ എളുപ്പം തന്നെ നൽകും എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സും വീഡിയോസും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നുമല്ല. നാറ്റോ എന്നത് തീർച്ചയായും യൂറോപ്പിന്റെ ഡിഫൻസിന് വേണ്ടി നിർമ്മിച്ച ഒരു സംഘടനയാണ്. എന്നാൽ ഉക്രൈൻ അതിൽ ചേരുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഞങ്ങൾ നൽകിയിട്ടേയില്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടേയില്ല എന്ന് മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉക്രൈനെ പുറകിൽ നിന്ന് കുത്തിയതുപോലെയായി. ഇപ്പൊ നാറ്റോയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയിൽ യാതൊരു ആശങ്കയുമില്ല. അവർക്ക് റഷ്യ എതിർക്കണം, അല്ലെങ്കിൽ റഷ്യയെ എതിർക്കാൻ വേണ്ടി ഈ ഒരു സഖ്യത്തെ വളരെ വലുതായി നിർമ്മിക്കുകയും അവരെ ഒരു പരിഭ്രാന്തിയിൽ ആഴ്ത്തുക, ഇതാണ് കാരണം. ഇത് സെലൻസ്കിക്കും നന്നായി തന്നെ അറിയാം. പക്ഷേ
അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ റേറ്റിംഗ് വർദ്ധിപ്പിക്കണമെന്നതിനു വേണ്ടി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി. പക്ഷെ അവസാനം ആരെയാണോ കൂടുതൽ വിശ്വസിച്ചത് അവർ തന്നെ ഉക്രൈനെ ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈൻ ലഭിക്കുക എന്നുള്ളത് തീർച്ചയായും ഇമ്പോസിബിൾ ആയ കാര്യമാണ്. എന്നാൽ ഇല്ലാത്ത ഒരു കാര്യം ഇത്രയും ദിവസം വളരെ പ്രതീക്ഷയോടുകൂടി കൊടുക്കുകയും ഉക്രൈൻ അതിൽ അകപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ വഞ്ചിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് സത്യം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.